أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം അർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന ഈ ആയത്തിനെ സംബന്ധിച്ച് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് മുതൽ മാലികി യൗമിദ്ദീൻ വരെയുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അള്ളാഹു തൻ്റെ ദാസനിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവനായിട്ടാണ്. എന്നാൽ ഇയ്യാക നഅ്ബുദു എന്ന വചനം മുതൽ അള്ളാഹു മുന്നിൽ ഉള്ള രീതിയിലാണ് അതിൽ സർവനാമം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇയ്യാക എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ മാത്രം എന്ന രീതിയിൽ തൻ്റെ ദാസൻ്റെ മുമ്പിൽ നിൽക്കുന്ന അള്ളാഹുവിനെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിനെ സംബന്ധിച്ച് ചിലർ ആക്ഷേപമായിട്ട് പറയുന്നത് ഇത് ഭംഗിയുള്ള ഒരു രചനയല്ല. അതായത് അതുവരെ അദൃശ്യനായ ഒരു അസ്തിത്വത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു അസ്തിത്വം തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് അതിൽ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു അദൃശ്യനായിട്ടുള്ള ഒരു അസ്തിത്വമാണ്. അവൻ്റെ സിഫത്തുകൾ മുഖേനയാണ് തിരിച്ചറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബുൽ ആലമീൻ, റഹ്മാൻ, റഹീം, മാലിക് യൗമിദ്ദീൻ പോലുള്ള അള്ളാഹുവിൻ്റെ ഈ സിഫത്തുകളെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുവാൻ സാധിക്കുകയും അവനുമായി കൂടിക്കാഴ്ച നടത്തുവാനുമുള്ള അവസരവും അവന് ലഭ്യമാകുന്നതാണ്. അങ്ങനെ അവൻ ആ ഹൃദയം കൊണ്ടുള്ള അള്ളാഹുവിനെ കാണുവാനുള്ള ഒരു അവസരം അവന് ലഭ്യമാവുകയും ആ ഒരു അവസ്ഥയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുവരെ തൻ്റെ മുമ്പിൽ അദൃശ്യനായിരുന്ന ആ ഒരു അസ്തിത്വത്തെ അവൻ ഹൃദയം കൊണ്ട് കാണുമ്പോൾ അവൻ അള്ളാഹുവിനോട്, അള്ളാഹുവെ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായമർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ആ ഒരു കാര്യമാണ് ഇവിടെ ഈ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ഒരു ക്രമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഹദീസിൽ വന്നിരിക്കുന്നു, ഹദ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു പറയുകയാണ്, എൻ്റെയും എൻ്റെ ദാസനും വേണ്ടി രണ്ടായിട്ട് അതിനെ ഭാഗിച്ചിരിക്കുന്നു. ആദ്യത്തെ ഭാഗം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അതിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളായിട്ടുള്ള റബ്ബുൽ ആലമീൻ, റഹ്മാൻ, റഹീം, മാലിക് യൗമിദ്ദീൻ എന്നീ സിഫത്തുകളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അത് വെച്ചുകൊണ്ട് എൻ്റെ ദാസൻ എന്നോട് ചോദിക്കുന്ന പക്ഷം അവന് ആ ചോദിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. അള്ളാഹു തുടർന്ന് പറയുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എൻ്റെ ദാസൻ പറയുമ്പോൾ അള്ളാഹു പറയുന്നു, എൻ്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു, ഹംദ് ചെയ്തിരിക്കുന്നു. അർ റഹ്മാനി റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എൻ്റെ ദാസൻ എന്നെ സനാ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എൻ്റെ ദാസൻ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എനിക്കും എൻ്റെ ദാസനും ഇടയിലുള്ള ഒരു കാര്യമാണിത്. എൻ്റെ ദാസൻ എന്നോട് ചോദിക്കുന്ന പക്ഷം അവന് എല്ലാം ലഭ്യമാകുന്നതാണ്. അതേപോലെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് തുടങ്ങി അവസാനം വരെ പറയുന്ന ആ സമയത്ത് അള്ളാഹു പറയും, ഇത് എൻ്റെ ദാസന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹു പറയും, എൻ്റെ ദാസൻ എന്നോട് ചോദിക്കുന്ന പക്ഷം ആ ചോദിക്കുന്ന കാര്യങ്ങൾ അവന് ലഭിക്കുന്നതാണ്. തുടർന്ന് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നഅ്ബുദു എന്നത്, അതായത് ഞങ്ങൾ ആരാധിക്കുന്നു എന്ന കാര്യം നസ്തഈന് ശേഷമാണ് വെച്ചിരിക്കുന്നത്. ചില ആളുകൾ ഇതിനെ സംബന്ധിച്ച് ആക്ഷേപമായി പറയുന്നത്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിനുള്ള തൗഫീക്ക് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണല്ലോ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നഅ്ബുദു എന്നത് എന്തിനാണ് ആദ്യം വെച്ചത്? നസ്തഈൻ എന്നതല്ലേ ആദ്യം വെക്കേണ്ടിയിരുന്നത്? ഇതിനുള്ള മറുപടി മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ശരിയാണ്, ഇബാദത്തും അള്ളാഹുവിൻ്റെ സഹായത്താലാണ് സാധ്യമാകുന്നത്. എന്നാൽ ഇവിടെ ഇആനത്ത് ആ സഹായത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഇസ്തിആനത്ത്, അതായത് സഹായം തേടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ദാസന്റെ ഹൃദയത്തിൽ
ഇബാദത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായതിനു ശേഷമാണ് അവനോട് സഹായം തേടുന്നതിനെ കുറിച്ചുള്ള ചിന്ത വരുന്നത്. ഇബാദത്തിലേക്ക് തന്നെ താല്പര്യമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് അവനോട് സഹായം തേടുക? അപ്പോൾ അള്ളാഹുവിൻ്റെ ഫضലും അവൻ്റെ സഹായവും കൂടാതെ ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫീക്ക് ലഭിക്കുകയില്ല. എന്നാൽ ഇസ്തിആനത്ത്, അതായത് ദാസൻ അള്ളാഹുവിൻ്റെ വാതിൽക്കൽ കുനിയുന്നത് ഇബാദത്തിൻ്റെ ചിന്ത വന്നതിന് ശേഷമാണ് സംഭവിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് നഅ്ബുദു എന്നത് ആദ്യവും നസ്തഈൻ എന്നത് ശേഷവും വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു മറുപടി, ഉദ്ദേശ്യം എന്നത് അള്ളാഹുവിൻ്റെ ദാസൻ്റെ ഭാഗത്തു നിന്നാണ് സംഭവിക്കുന്നത്. തൗഫീക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ദാസൻ്റെ ഹൃദയത്തിൽ ഇബാദത്ത് ചെയ്യുവാനുള്ള ചിന്ത വരുമ്പോൾ ആ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടിയും ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹുവെ, ഞാൻ നിൻ്റെ ഇബാദത്ത് ചെയ്യുന്നതിന് തീരുമാനം എടുത്തിരിക്കുന്നു. എന്നാൽ ആ തീരുമാനം പൂർത്തിയാക്കുന്നതിന് നിൻ്റെ സഹായം കൂടാതെ സാധ്യമാവുകയില്ല. അതുകൊണ്ട് നീ എന്നെ സഹായിക്കുക. മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തുടർന്ന് ഇബാദത്തിനെ സംബന്ധിച്ച് പറയുന്നത്, ഇബാദത്ത് എന്ന് പറയുന്നത് പരിപൂർണ വിനയത്തിൻ്റെയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ തൻ്റെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കുന്നതിൻ്റെയും പേരാണ്. ഈ ഒരു സ്ഥാനത്തേക്ക് ഹൃദയത്തിൻ്റെ അവസ്ഥകളെ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യക്ഷത്തിലുള്ള ചില കർമ്മങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയും, അതായത് സുജൂദ്, റുക്കൂ പോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇതുമൂലം ഉണ്ടാവുകയും അങ്ങനെ സംഭവിക്കുന്ന കർമ്മങ്ങളുടെയും പേരാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറയുന്നത്. പിന്നെ മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു നഅ്ബുദു എന്നത് അത് ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് പറയുന്നു. അതായത് ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സഹായമർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് നേർമാർഗം നൽകണമേ എന്ന കാര്യങ്ങളെല്ലാം തന്നെ ബഹുവചന രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവരെയും അഭിവൃദ്ധിയുടെയും മാർഗത്തിലേക്ക് നയിക്കുക, എല്ലാവരെയും നേർമാർഗത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഈ മുസ്ലിങ്ങൾക്ക് വിജയം സാധ്യമാകുന്നത് അവർ ഈ രീതിയിൽ ഐക്യത്തോടു കൂടി വർത്തിക്കുമ്പോഴാണ്, ഒരു ജമാഅത്തായിട്ട് നിലകൊള്ളുമ്പോഴാണ് അവരുടെ വിജയം അവർക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യമാണ് നഅ്ബുദു എന്നതിലെ ബഹുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ആയത്തുകളിൽ തഖ്ദീറിനെ സംബന്ധിച്ച്, അതായത് മനുഷ്യൻ്റെ വിധിയെ സംബന്ധിച്ച് ചില തെറ്റായ ചിന്തകളെയും ഈ ആയത്തുകൾ ഖണ്ഡിക്കുന്നു എന്നതാണ്. അതായത് മനുഷ്യൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് രണ്ട് തെറ്റായ ധാരണകൾ നിലവിലുണ്ട്. ഒന്ന്, മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാണ് എന്നതാണ്. അതായത് മനുഷ്യനിൽ നിന്ന് സംഭവിക്കുന്ന കർമ്മങ്ങളെല്ലാം തന്നെ അവൻ നിർബന്ധിതാവസ്ഥയിൽ ചെയ്തു പോകുന്നതാണ്, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം എഴുതി വെച്ചത് പ്രകാരമാണ് സംഭവിക്കുന്നത്. അതിൽ ഒരു തരത്തിലും അവർ സ്വതന്ത്രരല്ല എന്നതാണ് ഒരു കാര്യം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മതവിശ്വാസികളിലും ഈ തെറ്റായ ധാരണകളുണ്ട്. അതേപോലെ തന്നെ തത്വചിന്തകന്മാരായുള്ളവരിലും ഈ രീതിയിൽ ഉള്ള ഈ ചിന്താഗതികൾ അവരിലും കാണാം. ഉദാഹരണത്തിന് അവർ പറയുന്നത് അള്ളാഹു മാലിക്കാണ്. ഇതുപോലെ ഒരു എഞ്ചിനീയർ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഇഷ്ടിക ബാത്റൂമിലും അതേപോലെ തന്നെ മറ്റൊരു ഇഷ്ടിക ഉയർന്ന സ്ഥാനത്തും വെക്കുന്നത് പോലെ ചിലരെ നന്മ ചെയ്യുന്നവരായിട്ടും അതേപോലെ ചിലരെ തിന്മ ചെയ്യുന്നവരായിട്ടും അള്ളാഹു സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. മതവിശ്വാസികളിൽ ചിലർ അവരുടെ മതത്തിൽ കടന്നുകൂടിയിട്ടുള്ള ചില തെറ്റായ വിശ്വാസങ്ങൾ കാരണത്താലാണ് ഈ ഒരു ചിന്താഗതിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ക്രിസ്തീയരിലുള്ള പാപപരിഹാര സിദ്ധാന്തം, പാപത്തെക്കുറിച്ചുള്ള അവരുടെ വികലമായ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ അവർ, അതായത് തലമുറകളായിട്ട് പാപം അവരിൽ കടന്നുകൂടിയിരിക്കുന്നു, ജനിക്കുന്ന എല്ലാവരും പാപികളായിട്ടാണ് ജനിക്കുന്നത് എന്ന ആ ഒരു സിദ്ധാന്തം യഥാർത്ഥത്തിൽ ഈ വിശ്വാസങ്ങളുടെ ഫലമായിട്ട് അവരും ഈ രീതിയിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്നു. പിന്നീട് ഹിന്ദുക്കളിൽ പുനർജന്മ സിദ്ധാന്തമുണ്ട്. ഇതും ഈ ഒരു ചിന്താഗതിക്ക് പ്രചാരം നൽകുന്നു. അതായത് മുൻകാല പാപങ്ങളുടെ ഫലമായിട്ടാണ് തൻ്റെ ഈ ജന്മം എന്ന ഒരു സങ്കല്പം ഈ ഒരു നിർബന്ധിത അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. തത്വചിന്തകന്മാരുടെ ഈ ഒരു കാര്യത്തിലുള്ള നിഗമനം എന്ന് പറയുന്നത് ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അതായത് ചിലർ എത്ര പരിശ്രമിച്ചിട്ടും പാപത്തിൽ നിന്നും മുക്തരാകുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അവർ ഈ പ്രവർത്തികൾക്ക്, ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് നിർബന്ധിതരാണ് എന്നവർ ധരിക്കുന്നു. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് അവർ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന ആ ഒരു ചിന്താഗതിയെ
കുറിച്ച് അവർ വിവരിക്കുന്നു. എന്നാൽ ഓസ്ട്രിയൻ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഫ്രോയിഡിനെ സംബന്ധിച്ച് പറയുകയാണ്, അദ്ദേഹം ഇതിനെ മറ്റൊരു രീതിയിലാണ് വിവരിച്ചത്. അതായത് മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം അവന് ചിന്തിക്കുന്ന പ്രായത്തിന് മുമ്പാണ് നടക്കുന്നത്, അതായത് ചെറുപ്രായത്തിൽ. അപ്പോൾ ചിന്തിക്കുകയും അതേപോലെ സ്വന്തമായി തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതും പ്രായപൂർത്തി ആകുന്ന സമയത്താണ്. അപ്പം അതുകൊണ്ട് അവൻ്റെ ഉദ്ദേശങ്ങളിൽ അവൻ സ്വതന്ത്രനാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് ഏതൊരു കാര്യത്തെയാണോ നാം ഉദ്ദേശം എന്ന് പറയുന്നത്, അത് അവൻ്റെ കുട്ടിക്കാലത്തെ അവസ്ഥകൾ കൊണ്ട് പ്രഭാവിതമായി അവൻ്റെ ഉള്ളിൽ സംഭവിച്ചതാണ്. മനുഷ്യൻ അവൻ്റെ കർമ്മങ്ങളെ അവൻ്റെ ഉദ്ദേശങ്ങളായി മനസ്സിലാക്കുകയും അവരുടെ ചിന്തകൾ സ്വതന്ത്രമാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അത് അവരുടെ കുട്ടിക്കാലത്തെ അവസ്ഥകളാൽ പ്രഭാവിതമായതാണ്. ഡോക്ടർ ഫ്രോയിഡിൻ്റെ ഈ ചിന്തയെ സംബന്ധിച്ച് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് പുതിയ ഒരു കാര്യമല്ല, മറിച്ച് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം പറഞ്ഞതായിട്ട് കാണാം. അതായത് ഒരു കുട്ടി ജനിക്കുന്നത് ഇസ്ലാമിക ഫിത്രത്തോടു കൂടിയാണ്, ശുദ്ധ പ്രകൃതത്തോടു കൂടിയാണ്. മാതാപിതാക്കളാണ് പിന്നീട് അവരെ യഹൂദികളോ നസാറാക്കളോ ആക്കി മാറ്റുന്നത്. അവരുടെ തർബിയത്തിൻ്റെ ഫലമായിട്ട് അവർ വലുതാകുമ്പോൾ ഈ ഒരു തെറ്റായിട്ടുള്ള വിശ്വാസ ആദർശങ്ങളെയെല്ലാം തന്നെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുവാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതും ആ കുട്ടിയുടെ ഉള്ളിൽ ചെറുപ്പകാലത്ത് നൽകുന്ന തർബിയത്തുകൾ അത് സ്വാധീനം ചെലുത്തപ്പെടുന്നതാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മാലിക്കി യൗമുദ്ദീൻ അതേപോലെ ഇയ്യാക നഅ്ബുദു എന്ന ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, മനുഷ്യൻ അവൻ്റെ കർമ്മങ്ങളിൽ നിർബന്ധിതരാണ് എങ്കിൽ, അതായത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമേ നടക്കുകയുള്ളൂ എന്നതാണ് എങ്കിൽ, പിന്നെ പ്രതിഫലം നൽകുന്ന കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത്, അതായത് അള്ളാഹു മാലിക്കി യൗമുദ്ദീൻ എന്ന് പറയുന്നത് അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ മനുഷ്യൻ അവൻ്റെ ഉദ്ദേശത്തിൽ സ്വതന്ത്രരാണ് എന്ന് ആണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഒരു തരത്തിൽ അവർ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിയാണ് എങ്കിൽ കൂടി നേർമാർഗം കണ്ടു കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി ആ ഒരു പുതിയ മാർഗം സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർ പരിപൂർണരായി സ്വതന്ത്രനാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നു. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ മോശമായ അവസ്ഥകൾ കൊണ്ട് പ്രഭാവിതനായിട്ടാണ് വളരുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇയ്യാക നഅ്ബുദു എന്ന ശബ്ദം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതാണ്. അതായത് അവസ്ഥകൾ മാറുന്നു എന്നതും അതേപോലെ തന്നെ ചിന്തകൾ മാറുന്നു എന്നത് നമുക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചെറുപ്രായത്തിലുള്ള അവസ്ഥകൾ അത്രക്ക് ശക്തമാണ് എങ്കിൽ തന്നെ മനുഷ്യൻ അതിൽ നിന്നും മോചിതനാവുന്നില്ല എന്നതാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെയുള്ള ഈ ലോകം ഒരേ ദിശയിൽ സഞ്ചരിക്കുമായിരുന്നു. എന്നാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് അറിയാം, ഇന്നും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ മാറ്റം സംഭവിക്കുക എന്നത് സാധ്യമാണ്. വിശുദ്ധ ഖുർആൻ നിരവധി തെളിവുകൾ അതിനു വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പ്രതിപാദിച്ചത്. മറ്റൊന്ന്, മനുഷ്യൻ തങ്ങളുടെ ചിന്തകളിൽ പരിപൂർണമായി സ്വതന്ത്രനാണ് എന്ന ചിന്തയാണ് അവർ പറയുന്നത്. അതായത് അള്ളാഹു മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയിലും ഇടപെടുന്നില്ല എന്ന കാര്യം. ഇസ്ലാം ഇതിനെയും ഖണ്ഡിക്കുന്നു. അതായത് പറയുന്നത്, ഈ ലോകത്ത് മനുഷ്യർക്ക് മേൽ നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു അസ്തിത്വമുണ്ട്. അപ്പോൾ ഈ അവസ്ഥകൾ ഭയാനകമായ നില കൈവരിക്കുന്ന ആ സന്ദർഭത്തിൽ ആ അസ്തിത്വം അവരെ സഹായിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇയ്യാക നസ്തഈൻ എന്ന ദുആ പഠിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ ദൈവം കയ്യും കെട്ടി ഇരിക്കുന്നവനല്ല, മറിച്ച് നിങ്ങളുടെ അവസ്ഥകൾ അവൻ കാണുന്നുണ്ട്, അവനോട് നിങ്ങൾ സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്, സംരക്ഷിക്കുന്നതാണ് എന്ന പാഠമാണ് നൽകുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.